ഹലോ ഗൈസ്, നമ്മളിവിടെ പുതിയൊരു പമ്പ് റൂമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ടാങ്ക് ഔട്ട് ലൈൻ ഉണ്ട്, 2 ഗേറ്റ് വാൽവ്, ഒരു സ്റ്റെയിനർ, ഇങ്ങനെ 2 ഔട്ട് ലൈനാണുള്ളത്. ഒരെണ്ണം ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചു, മറ്റൊരെണ്ണം പീസൊക്കെ റെഡിയാണ്. സെക്ഷൻ 12 ഇഞ്ച് പൈപ്പ്, സെക്ഷൻ ഹെഡർ, അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ വന്നിട്ട് 6 ഇഞ്ചിൻ്റെ ഒരു ടെസ്റ്റ് ലൈന്, ഏറ്റവും ടോപ്പിലായിട്ട് വന്ന് 8 ഇഞ്ചിൻ്റെ ഡെലിവറി ഹെഡറുണ്ട്. പിന്നെ 2 ലൈൻ ടാങ്കിലേക്കുണ്ട്, 4 ഇഞ്ചിൻ്റെ, അതൊന്ന് ബ്രീച്ചിങ് ഇൻലെറ്റും ഒന്ന് ടേക്ക് ഓഫ് വാട്ടറിൻ്റെയാണ്. ടേക്ക് ഓഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബിൽഡിങ്ങിൽ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബിൽഡിങ് വന്നിട്ട് ഈ ടാങ്കിലെ വെള്ളം ഫയർ എഞ്ചിൻ വഴി വലിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി, അതായത് സമയം ലാഭിക്കാനും നാശനഷ്ടങ്ങൾ അധികം ഒഴിവാക്കാനും വേണ്ടി മാത്രം കൊടുക്കുന്നൊരു ലൈനാണ്. അടുത്ത ബിൽഡിങ്ങുകൾക്ക് അടുത്ത പ്രോപ്പർട്ടീസിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി. നമ്മുടെ വർക്കുകളൊക്കെ ഓവർ ടൈമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പീസുകളൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡീസൽ എഞ്ചിനും 2 ജോക്കി പമ്പ്, 2 ഇലക്ട്രിക് പമ്പുകൾ, 1 ഹൈഡ്രൻറ്റിന്, 1 സ്പ്രിംഗ്ലറിന് വേണ്ടി. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ഇൻലൈൻ പമ്പാണ്. 8 ഇഞ്ച് സെക്ഷന്, 6 ഇഞ്ച് ഡിസ്ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പണി നമ്മളൊരു 1 സൈഡ് മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലായിട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ചേമ്പറൊക്കെ റിമൂവ് ചെയ്തുള്ളൂ. അതായത് ഈ പൈപ്പിൽ താഴെ കൊടുത്തിരിക്കുന്ന 2 സപ്പോർട്ടിൽ മാത്രമായിരിക്കും ഈ പമ്പ് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മളിപ്പോൾ വേറെ ചാനൽ വെച്ച് അടുത്തുള്ള ബീമിലേക്ക് ഒരു സപ്പോർട്ട് പമ്പ് മറിഞ്ഞ് വരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയിൻ ബ്ലോക്കിലാണ് ലോഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ടൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് ചെയിൻ ബ്ലോക്ക് റിമൂവ് ചെയ്യും. അതുപോലെ അതിന് ഹൈഡ്രൻ്റ് പമ്പായതുകൊണ്ട് NRB വാൽവിൻ്റെ മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. വെൽഡിങ്ങുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെൽഡിങ്ങുകളൊക്കെ നടക്കുന്നു. ഇവിടെ 8 ഇഞ്ചിൻ്റെ NRB ഗേറ്റ് വാൽവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ലൈൻ ഇവിടെ കണക്റ്റ് ആകുന്നുണ്ട്. സ്പ്രിംഗ്ലറിൻ്റെ ടെസ്റ്റ് ലൈൻ ഇവിടെ കണക്റ്റ് ആകും. സ്പ്രിംഗ്ലറിൻ്റെ പമ്പാണ് ഇരിക്കുന്നത്. ഇതും കൂടി ഇനിയും നമുക്ക് മറ്റൊരു റേസ് ചെയ്യാനുണ്ട്. അത് 125ൻ്റെ ചാനലാണ് നമ്മൾ മെയിനായിട്ട് സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വർക്കുകളെല്ലാം ഇങ്ങനെ തുടങ്ങി വന്നിട്ടേ ഉള്ളൂ. എല്ലാം ടാക്കൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്. വെൽഡർ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡിങ് ഉണ്ട്. ഇതൊരു സെക്ഷൻ്റെ ഒരു ടാങ്ക് ഡിസ്ചാർജിങ് ടാങ്ക് ഔട്ടിൻ്റെ ഒരു ലൈൻ നമ്മുടെ പീസുകളൊക്കെ ഇവിടെ റെഡിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പമ്പ് റൂം തന്നെയാണ്. നമ്മുടെ ഹൈ ലെവൽ പൈപ്പുകളൊക്കെ ഏകദേശം കയറ്റി തീർന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വർക്കുകൾ ഫുള്ള് കഴിയുമ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ പമ്പ് റൂമിൻ്റെ ഫോട്ടോസ് തരാം.